ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് കേട്ടോ. നമ്മുടെ ഓണസദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. അപ്പോൾ അവിയൽ എല്ലാവരും വെക്കുന്ന ഒരു വിഭവമാണ്. ഓണസദ്യക്ക് അവിയൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കഷ്ണങ്ങളാണ് കേട്ടോ. അതോ പലവിധ കഷ്ണങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് അവിയൽ വയ്ക്കുക. ഞാനിതിൽ കയ്പ്പയ്ക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പാവയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കയ്പ്പുണ്ടാവും, അത് കാരണം ഞാൻ എടുത്തിട്ടില്ല. ഒരു നേന്ത്രക്കായ, 2 ക്യാരറ്റ്, ഒരു പിടി പയർ, ഒരു മുരിങ്ങക്കായ, പിന്നെ ഒരു കഷ്ണം മത്തങ്ങ, ഒരു കഷ്ണം കുമ്പളങ്ങ, ഇത്രയ്ക്കും സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പയർ ഒടിക്കണ പയറാണ് കേട്ടോ. അപ്പോൾ പയറിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗം അതുപോലെ കളയുക കുറേശ്ശെ. എന്നിട്ട് ബാക്കി ഇതെടുത്ത് ഒരു 2 ഇഞ്ച് നീളത്തിൽ ഓരോ കഷ്ണം നുറുക്കണം കേട്ടോ. അവിയലാണെങ്കിൽ നമ്മൾ ദിവസം കഴിക്കുന്നതൊക്കെ നല്ലതാണ്. എല്ലാ തരം പച്ചക്കറികളും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ, അങ്ങനെ ശരീരത്തിൽ എത്തണതൊക്കെ. അപ്പോൾ ഇതേ വലുപ്പത്തിൽ എല്ലാം അരിഞ്ഞെടുക്കണം കേട്ടോ കഷ്ണം. പിന്നെ നേന്ത്രക്കായ, വലിയ നേന്ത്രക്കായ ആണെങ്കിൽ ഒരു നേന്ത്രക്കായ ഇതുപോലെ 4 കഷ്ണമാക്കാം കേട്ടോ. 4 കഷ്ണമാക്കിയിട്ട് ഇതേ വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് ഇതേപോലെ അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഏത് സദ്യയിലും അവിയൽ പ്രധാനപ്പെട്ടതാണ്. ഓണസദ്യക്കാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഓണാവാറായില്ലോ. എല്ലാ കഷ്ണവും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞതാ പാത്രത്തിലാക്കി കഴുകി വെച്ചേക്കണതാണ് കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസുമ്മ വയ്ക്കാം കേട്ടോ. ഗ്യാസുമ്മ വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കഷ്ണം വേവാൻ ആവശ്യമായ വെള്ളം. ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഇടണില്ല കേട്ടോ. എന്താ വെച്ചാൽ പച്ചമുളകാണ് അതിന് പകരം കൂട്ടണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. കഷ്ണം വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് 1 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തതിനെ. പിന്നെ ചെറിയ 1 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളി കേട്ടോ. പിന്നെ ഒരു 5-6 പച്ചമുളക്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ, മുളക് പൊടി ഇടണില്ലല്ലോ. പിന്നെ 2 തണ്ട് കറിവേപ്പില. നാളികേരം അരക്കരുത് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് 2 കറക്ക് കറക്കി എടുത്താൽ മതി. ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. പിന്നെ അത് കൂടെ ഒന്ന് ആ പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളിക്ക് ചേർക്കാനായിട്ട് ചെറിയൊരു ഗ്ലാസ് തൈരാണ് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈരാണ്, ചെറിയ ഗ്ലാസ് തൈരാണ്.
10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ പാത്രം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ കഷ്ണമൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം തൈര് ഒഴിച്ച് കൊടുത്തു ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ. അധികം തിളയ്ക്കണ്ട, ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ ആ തേങ്ങ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളി ജീരകം കറിവേപ്പില ഇതെല്ലാം ചതച്ചതാണ് കേട്ടോ. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇളക്കി നന്നായി മിക്സ് ചെയ്ത് പിന്നെ ഗ്യാസിന് കത്തിക്കണം കേട്ടോ. ഗ്യാസ് എന്നിട്ട് നമുക്ക് ഓഫാക്കാം. അത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് 1 മിനിറ്റ് നേരം ഒന്ന് ഇരുന്നോട്ടെ കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതേപോലെ ഒന്ന് അവിയൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവിയൽ ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഇനി വേണ്ടത് ഇതിൽ ഒരു 2-3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പച്ച വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ വെച്ചാൽ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ മറ്റുള്ള ഓയിലുകളൊന്നും ഒഴിക്കരുത് കേട്ടോ. അതാണ് പറയണേ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം, എന്നാലേ അവിയലിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം കേട്ടോ. പിന്നെ തിളപ്പിക്കരുത്, ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഓഫാക്കാം. അപ്പോൾ അവിയൽ റെഡിയായി കേട്ടോ. സൂപ്പർ അവിയലാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഇവിടെ എല്ലാ കൊല്ലം ഇതേപോലെ അവിയൽ ഉണ്ടാക്കാറ് കേട്ടോ ഓണത്തിന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.